പറയുന്നത് വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. നമ്മുടെ എക്സാം ആണ് 20-ാം തീയതി. അപ്പൊ നമുക്ക് നന്നായിട്ട് അടിച്ചു പൊളിച്ച് എഴുതാനുള്ളതാണ് അല്ലെ. ഹിന്ദി എന്ന് പറയുന്ന സിലബസ് ഒക്കെ മാറ്റം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് നന്നായിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അവസാനത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അല്ലെ ഹിന്ദിയുടെ. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് ഫോർമാറ്റുകൾ. അത് പഠിക്കാതെ നിങ്ങൾ ഹിന്ദിയിൽ പോകാൻ പാടില്ല. ഹിന്ദിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ അത് ഫോർമാറ്റുകളാണ്. എല്ലാ കഥാപാത്രങ്ങളും ഡയറിയും ലെറ്ററും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതും. അപ്പൊ അതൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ അഥവാ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പാഠം അധികം അറിയില്ല, നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഡയറിയും ലെറ്ററും വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമാറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനു മുമ്പും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മക്കൾ ഒന്നുകൂടി കേട്ടോളൂ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡയറിയാണ്. ഡയറിയിൽ എല്ലാ കഥാപാത്രങ്ങളും എഴുതുന്ന ഒരു സാധനമാണ് ഡയറി എന്ന് പറയുന്നത്. 2 തരം ഡയറിയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ്. എന്താണ് 2 തരം ഡയറി? അതില് ആദ്യത്തെ ഡയറി നമുക്ക് സന്തോഷമുള്ള ഡയറി ആയിക്കോട്ടെ. നന്നായിട്ട് പഠിച്ചു വെച്ചോണം. ഇത് നന്നായിട്ട് തന്നെ പഠിക്കണം. ഏത് കഥാപാത്രം വേണമെങ്കിലും വരും അല്ലെ. അപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക. ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബോക്സ് ഒക്കെ വരച്ചോളാം. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് ഫ്രഷ് പേജ് എടുക്കണേ മക്കള്. എന്തായാലും ഒരു ഫ്രഷ് പേജ് എടുത്തിട്ടുണ്ടാവണം. അല്ലാതെ ഇങ്ങനെ താഴേക്കൊന്നും ആക്കിയിട്ട് എഴുതാൻ പാടില്ല. ഡയറി എഴുതുകയാണ്. ഡയറി എഴുതുമ്പോൾ ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലായിട്ട് എന്തൊക്കെ എഴുതണം നോക്കിക്കേ. ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം. എന്ത് എഴുതിയിട്ടുണ്ടാവണം? ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം. ടൈം എഴുതിയിട്ടുണ്ടാവണം. പിന്നെന്താണ്? ഡേ എഴുതിയിട്ടുണ്ടാവണം. ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പല മക്കളും ചോദിക്കാറുണ്ട്, മിസ്സേ ടൈം എഴുതേണ്ട ആവശ്യമുണ്ടോ? എഴുതിക്കോടാ, എഴുതിക്കും. നല്ലതാണ് ടൈം ഒക്കെ എഴുതുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഡയറിയിലൊക്കെ എന്തുണ്ട്, ഡയറിയിൽ നമ്മൾ ഈ ടൈം ഒക്കെ എഴുതുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും എഴുതിക്കോളാം കേട്ടോ. അപ്പൊ നമുക്ക് ഡേറ്റ് എഴുതണം, പിന്നെന്താണ് ടൈം എഴുതണം, പിന്നെ രവിവാർ, ശുക്രവാർ, മംഗളവാർ, ബുധവാർ എന്തെങ്കിലുമൊക്കെ ഒരു ഡേ എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേ എഴുതാം. ഇന്ന ഡേ എഴുതണം എന്നൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞാൽ സന്തോഷമുള്ള ഡയറിയാണ്. കഥാപാത്രത്തിന് അന്ന് വളരെ സന്തോഷമാണെങ്കിൽ സന്തോഷമുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറി തുടങ്ങിയിട്ടുണ്ടാവണം. എങ്ങനെയാണ് നോക്കിക്കേ. ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ. എല്ലാ ഡയറിയും ഇങ്ങനെ തുടങ്ങിയാൽ മതി. എന്താണ്? ഒരു കഥാപാത്രത്തിനും അന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ല. എന്തൊരു ചെറിയ സാധനം ഉണ്ടായാലും അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിട്ട്. ആജ് കാ ദിൻ മേ കൈസേ ഭൂലും. കൈസേ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെ അല്ലെ. എങ്ങനെ മറക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, ആജ് മേരാ ദിൽ ബഹുത് ഭർ ഗയാ ഹേ. ഇന്ന് എന്റെ ദിൽ എന്ന് വെച്ചാൽ എന്താണ്? എന്റെ മനസ്സ് അല്ലെങ്കിൽ എന്റെ ഹൃദയം. മനസ്സാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. എന്താ? എന്റെ മനസ്സ് അല്ലെങ്കിൽ എന്റെ ഹൃദയം ഭർ ഗയാ ഹേ, നിറഞ്ഞിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് നിറഞ്ഞതാണ്. നോക്കിക്കേ, നിറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, എന്നിട്ടോ ഇത്തനീ ഖുഷി, ഇത്രയും സന്തോഷം ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹേ. ജിന്ദഗി എന്ന് വെച്ചാൽ ലൈഫാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡയറിയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ ഒപ്പിച്ചു വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കഥാപാത്രത്തിന് അന്നുണ്ടായ സംഭവമാണ് നമ്മുടെ ഡയറിയിൽ നമ്മൾ എഴുതണ്ട അല്ലെ. അത് നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കിക്കേ. ആജ് കാ ദിൻ മേരെ ലിയെ ഹമേശ യാദ്ഗാർ രഹേഗ. എന്താ പറയുന്നത്? ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേരെ ലിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം, ഹമേശ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ്? എപ്പോഴും. യാദ്ഗാർ രഹേഗ. യാദ്ഗാർ രഹേഗ എന്താണ്? ഓർമ്മ നിൽക്കും. ഓക്കെ, എന്താണ്? ഓർമ്മ നിൽക്കും. ഞാൻ എപ്പോഴും യാദ്ഗാർ രഹേഗ എന്നാൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സാധനമായിരിക്കും ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, ഇതാണ് സന്തോഷമുള്ള ഒരു ഡയറി. സന്തോഷമുള്ള ഒരു ഡയറി. കഥാപാത്രത്തിന് സങ്കടം ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? അന്നത്തെ ദിവസം ഫുള്ള് സാഡ് ആയിരിക്കും, ഫുള്ള് മോശമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. പിന്നെ കുറെ എണ്ണം വന്ന് ചോദിക്കുന്നതാണ്, മിസ് ഈ ഇമോജി വരയ്ക്കണോ? അങ്ങനത്തെ ചോദ്യം വേണ്ട കേട്ടോ. നീ ഇമോജി വരച്ച് വെച്ചോടാ, നിനക്ക് മാർക്ക് കിട്ടത്തില്ല എന്നുള്ളൂ കേട്ടോ. അതിനായിട്ട് സ്പെഷ്യൽ മാർക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, നോക്കി എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ്? സാഡാണ്, മൊത്തം സാഡുള്ള ദിവസമാണെങ്കിൽ ബോക്സ് വരയ്ക്കാം, ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, ബുധവാർ, സോമവാർ, മംഗളവാർ, ശുക്രവാർ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ് നമ്മൾ. എന്ന് വെച്ചാൽ എന്താണ്? അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണ് അങ്ങോട്ട്. വളരെ സാഡ് ആണല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ എഴുതാണ്. ആജ് കേസേ ദിൻ താ. ഇന്ന് എന്ത് ദിവസമായിരുന്നു? കേസേ ദിൻ താ. സാധനം ടോണ് മാറിയിട്ടോ, നോക്കണേ. ആജ് കാ ദിൻ മേ കബീ നഹീ ഭൂലൂങ്ക. ഇന്നത്തെ ദിവസം. ആജ് കാ ദിൻ മേ കബീ നഹി എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കലും എന്നുള്ള അർത്ഥം കേട്ടോ. ഒരിക്കലും
നെഹി ഭൂലുങ്ക, മറക്കില്ല എന്ന് പറയാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല, അത്രയ്ക്കൊരു പ്രത്യേക ദിവസമായിരുന്നു എന്ന് പറയാണ് അല്ലെ. ഇത്തനാ ബുറാദിൻ, ബുറാദിൻ എന്ന് വെച്ചാൽ മോശമാണ് അല്ലെ. ഇത്രയും മോശം ദിവസം ലൈഫിൽ എന്താണ് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം, സങ്കടമുള്ള ഡയറി. ഇനി അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയും അവസാനിപ്പിക്കാം, മിസ് നേരത്തെ പറഞ്ഞ രീതിയിലും അവസാനിപ്പിക്കാം, ഈ രീതിയിൽ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ച് പഠിച്ചോളാം. മേരെ ജീവൻ കാ, ഇതെന്റെ ജീവിതത്തിലെ ഏക് അവിസ്മരണീയ ദിനത. അവിസ്മരണീയ ദിനത എന്നാണ് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള, മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ഒന്നില്ലെങ്കിൽ അവിസ്മരണീയ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാദഗാർ എഴുതി വെക്കാം. ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി വെക്കാം, പഠിക്കാൻ ഈസി ഉള്ള വരി. ഇതാണ് നമ്മുടെ ഡയറി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഡയറി എന്ന് പറയുന്നത് മസ്റ്റ് ആണ്, എന്തായാലും വരും. അതുകൊണ്ട് ഇത് നന്നായിട്ട് എന്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. ഇനി വരാൻ സാധ്യതയുള്ള ഒരു സാധനം എന്താണ്? ലെറ്റർ ആണ്. ലെറ്റർ എന്ന് വെച്ചാൽ പത്രാണ്, ഖത്താണ്, ചിട്ടിയാണ്, ഏത് പേരിൽ വേണമെങ്കിലും ചോദിക്കാം. സാധാരണ മക്കൾക്ക് പത്ര എന്നുള്ള പേരിലാണ് ചോദിക്കാറ്. പത്ര, ഒരു പത്ര ലിഖി, പത്ര എഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. എന്ത് ചോദിക്കട്ടെ, ലെറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റർ വന്ന മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം അതിന്റെ ഫോർമാറ്റിന് മാത്രം നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. 2 മാർക്ക് നല്ല സുഖമായിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് ഈ ഫോർമാറ്റ് മറക്കാതെ എന്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. എന്തായാലും പഠിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നോക്കിക്കേ, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ബോക്സ് മറന്നു പോകരുത്. ബോക്സ് ലെറ്ററിനും ഡയറിക്കും എന്തായാലും ബോക്സ് വേണം, ബോക്സ് ഒക്കെ വരച്ചോളാം. എന്നിട്ട് സ്ഥാൻ എന്ന് വെച്ചാൽ സ്ഥലമാണ്. പിന്നെ ഡേറ്റും സമയവും അങ്ങനത്തെ ഒരു സാധനം അല്ല എഴുതുന്നത്. പ്ലേസും ഡേറ്റും ആണ് കത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവുന്നത്, പ്ലേസ് ആൻഡ് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിന്ദിയിൽ സുഹൃത്തിന് എഴുതാൻ വേണ്ടിയിട്ടാണ് കത്ത് സാധാരണയായിട്ട് വരാറ്, സുഹൃത്തുക്കൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഡയറി, ആ ഒരു ലെറ്റർ മാത്രം നമ്മൾ പഠിച്ചാൽ മതി, സുഖമായില്ലേ? ഇത് മാത്രം പഠിക്കാം. നോക്കിക്കേ, തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട മിത്രമേ എന്ന് നമ്മൾ തുടങ്ങും മലയാളത്തിൽ അല്ലേ. അതേപോലെ പ്രിയമിത്രൻ, പ്രിയപ്പെട്ട സുഹൃത്തെ എന്ന് പറഞ്ഞ് തുടങ്ങാണ്. തും കേസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ? കേസേ ഹോ എന്ന് വെച്ചാൽ സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. മേ ഹാ ടീക്ക് ഹൂ, ഞാനിവിടെ ഓക്കെയാണ്, ടീക്കാണ്, ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയാണ്. മേ പത്രയ്ക്ക് വിശേഷ് ബാത്ത് ബത്താനെ കെ ലിയെ ലിഖ് രഹാ ഹൂ, ഇതെന്തായാലും എഴുതണം കേട്ടോ. നമ്മുടെ കഥാപാത്രം ഈ കത്ത് എഴുതുന്നതിന് എന്തോ ഒരു കാര്യമില്ലേ, എന്തോ ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അത് നമ്മൾ എഴുതാണ്. നോക്കിക്കേ, യഹ് പത്ര, ഈ ഒരു കത്ത്, ഏക വിശേഷ് ബാത്ത്, ഒരു വിശേഷപ്പെട്ട ബാത്ത്, കാര്യം, ബത്താനെ കെ ലിയെ, പറയാനാണ് എന്ത് ചെയ്യുന്നത്, ലിഖ് രഹാഹും, എഴുതുന്നത് എന്ന് നമ്മൾ പറയാണ്, എഴുതുന്നത്. ഓക്കെ, നമ്മൾ എഴുതി. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. അതിൽ നമ്മൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു അല്ലെ. നിനക്ക് സുഖമാണോ, എനിക്ക് സുഖമാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മുടെ മെയിൻ സാധനം. കത്ത് എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് എഴുതിക്കോളാം. ഡയറി എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് എഴുതണം എന്നില്ല, പക്ഷെ കത്ത് എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ പറയാണ്, കുറച്ചു ദിവസം മുമ്പുണ്ടല്ലോ സുഹൃത്തെ, ഇങ്ങനെയൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയണ്ടേ. ആ സാധനങ്ങളൊക്കെ നമ്മൾ എഴുതുകയാണ്. കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം പെഹലെ എന്ന് വെച്ചാൽ എന്താണ്, മുൻപ് എന്നുള്ള അർത്ഥമാണ്. കുറച്ച് ദിവസം മുൻപ് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഇവിടെ കാര്യമാക്കി വെക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും. നിങ്ങൾക്ക് ബോക്സ് എന്നോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കുഞ്ഞി കാര്യം നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ, അത് അങ്ങോട്ട് എഴുതി വെച്ചോളാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ തേർഡ് പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ, എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്, എല്ലാരോടും, വീട്ടിലുള്ള എല്ലാരോടും എന്റെ അന്വേഷണം പറയണേ, എന്റെ ഇഷ്ടം അറിയിക്കണേ, പിന്നെ നിന്റെ മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയണം അല്ലെ. ആ സാധനമാണ് നമ്മുടെ തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിക്കേ, സബ്കോ മേരാ പ്യാർ കഹ്ദേന, എല്ലാവരോടും എന്റെ പ്യാർ കഹ്ദേന, പ്യാർ എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടം, കഹ്ദേന അറിയിക്കണം എന്ന് പറയാണ്. എന്റെ ഇഷ്ടം കഹ്ദേന അറിയിക്കണം. ജവാബി പത്രക്ക് പ്രതീക്ഷ കർ രഹാ ഹൂ. നോക്കിക്കേ, ജവാബി പത്ര, എന്താണ് ജവാബി പത്ര? മറുപടി കത്താണ്. മറുപടി കത്ത്, അങ്ങോട്ടൊരു ലെറ്റർ അയച്ചാൽ ഇങ്ങോട്ടൊരു ലെറ്റർ കിട്ടണമല്ലോ. അപ്പൊ എന്താണ്, മറുപടി കത്തിന് ജവാബി പത്ര എന്നാണ് പറയുന്നത്. ജവാബി പത്രക്ക് പ്രതീക്ഷ കർ രഹാ ഹൂ എന്ന് വെച്ചാൽ എന്താണ്, പ്രതീക്ഷ ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആൾക്കാർ, ഈ ആളെ എപ്പോഴും നിങ്ങൾ മാറിപ്പോവും, മറന്നു പോവും, അത് ഒരിക്കലും മറന്നു പോകരുത്, പറഞ്ഞു തരാം. നോക്കിക്കേ, തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ആരാണോ അയക്കുന്നത് അവരുടെ പേര് എഴുതാം.
ഓക്കെ, എന്താണ് ആരാണോ അയക്കുന്നത് അവരുടെ പേര് എഴുതിക്കോളാം. ഞാനാണ് ഇപ്പൊ അയക്കുന്നത് വിചാരിക്കാം. ഞാൻ അയക്കുന്നത് എന്താണ് ആ സ്നേഹ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. സ്നേഹ അയക്കുന്നത് ആർക്കാണ്? സ്നേഹ കുട്ടൂസനാണ് അയക്കുന്നത്. അപ്പൊ കുട്ടൂസന്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ എഴുതണം. അപ്പൊ നോക്കിക്കേ, സ്നേഹ എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ടോ സേവാമേ, അതായത് ഞാൻ കുട്ടൂസന് എഴുതുന്ന ആ ഒരു ഡയറി ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു സംഭവം എഴുതാണ്. സേവാമേ എന്ന് പറഞ്ഞിട്ട് നാം പത്ത. സേവാമേ എന്ന് വെച്ചാൽ എന്താണ്? ടു അഡ്രസ് ആണ്. അതായത് കത്ത് ആർക്കോ അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കുട്ടൂസനാണ് അയക്കുന്നത്. അപ്പൊ കുട്ടൂസന്റെ അഡ്രസ്സ് വേണം, കുട്ടൂസന്റെ പേര് വേണം. അതൊന്നും എഴുതണം നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. സേവാമേ നാം പത്ത. നാം എന്ന് വെച്ചാൽ നെയിമാണ്, പത്ത എന്ന് വെച്ചാൽ എന്താണ്? അഡ്രസ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. സേവാമേ നാം പത്ത എഴുതിയിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് ഒരു കുട്ടപ്പനാക്കി വെക്കണം എന്നുള്ളൂ. അത് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ലെറ്ററിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഇതാണ്, ലെറ്ററിന്റെ കേട്ടോ. അപ്പൊ ഇത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ സൂപ്പർ ആൻഡ് ഡൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 2 മാർക്കാണ് ഈ ഒരു ഫോർമാറ്റിന് മാത്രം. ഫോർമാറ്റ് പഠിക്കുന്ന സമയത്ത് കൃത്യവും വ്യക്തമായിട്ട് പഠിക്കുക, എഴുതി പഠിച്ചോളാം. അതിലൊരു തെറ്റു മക്കൾ വരുത്താൻ പാടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം റപ്പട്ടാണ്. റപ്പട്ട് എന്ന് വെച്ചാൽ എന്താണ്? പത്രവാർത്തയാണ്. പത്രവാർത്ത, റിപ്പോർട്ട് അല്ലെങ്കിൽ സമാചാർ എന്ന് പറയുന്ന പേരിലും മക്കൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതും ആയിരിക്കാം ചോദിക്കുക, റപ്പട്ട് അല്ലെങ്കിൽ സമാചാർ. ഒന്നുമില്ല, പത്രവാർത്തയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് പത്രവാർത്ത എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ പത്രവാർത്ത എഴുതുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഹെഡിങ് വേണം. ബോക്സ് വരയ്ക്കണം. ബോക്സ് നിർബന്ധമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ അത് കിട്ടും. നമ്മൾ മാരത്തോണിലും മിനി മാരത്തോണിലും ഒക്കെ ആയിട്ട് മെഗാ മാരത്തോണിലും നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് എഴുതുന്നത് കേട്ടോ. നമുക്ക് റിപ്പോർട്ട് പഠിക്കാനുണ്ട്, ആ റിപ്പോർട്ട് നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഹെഡിങ് എന്തായാലും വേണം. ഹെഡിങ് നമുക്ക് എവിടുന്ന് കിട്ടും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ഹെഡിങ് എഴുതി കൊടുത്തോളാം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഒരു പ്ലേസും ഉണ്ടായിരിക്കണം. പ്ലേസ് ഹിന്ദിയിൽ തന്നെ എഴുതണം കേട്ടോ. ഹിന്ദിയിൽ തന്നെ എഴുതണം. പ്ലേസ് ഇംഗ്ലീഷിൽ എഴുതാൻ പാടില്ല. പ്ലേസിന് എഴുതി വെക്കുന്ന മഹാന്മാരും മഹതിമാരും ഒക്കെ ഉണ്ട്, അത് എഴുതരുത്. പ്ലേസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഹിന്ദിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം റെപ്പട്ട് എഴുതുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കളെ ഫോർമാറ്റ് ആയിട്ട് ആലോചിക്കുക. ഡയറിയും ലെറ്ററും പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും പോകാനും പാടില്ല. അപ്പൊ ഒന്നുമില്ല, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. 2 ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള ആലോചിക്കുക. 2 ദിവസം ഇല്ല, ഒരു ദിവസം ഉള്ളൂ. ആ ഒരു ദിവസം കഷ്ടപ്പെട്ടിട്ട് തന്നെ പഠിച്ചോളാം. നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി, നല്ല മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഫോർമാറ്റ് പഠിക്കണം, ഫോർമാറ്റ് എങ്കിലും പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ബൈ ബൈ.